എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജിഞ്ചർ മീഡിയ എൻ്റർടൈൻമെൻറ്റ്സ് എന്ന ചാനലിൽ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് അവർ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൈത്രേനും അതേപോലെ തന്നെ അതിൻ്റെ ചാനലിൻ്റെ ആങ്കറും ആയിട്ടുള്ള റോഹൻ തമ്മിലുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂ ഞാൻ ഫുൾ കണ്ടു. പാർട്ട് 1 എന്നാണ് ഇട്ടത് കണ്ടത്. ഇനി പാർട്ട് 2 വരുന്നുണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പോൾ ഇൻ്റർവ്യൂ ഞാൻ ഫുള്ള് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മെയിനായിട്ട് ചോദിച്ചൊരു ചോദ്യമാണ് ഈ അംബാനിയുടെ കാര്യം. അംബാനി ഇത്രയും കോടികൾ ഉണ്ടാക്കിയിട്ടും അയാൾക്ക് പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നില്ല എങ്കിൽ കോന്തനാണെന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റുമായി ഇത്രയും പറയുന്നുണ്ടായി. അപ്പോൾ ഈ ഒരു ഇത് നേരത്തെ വേറൊരു ഇൻ്റർവ്യൂവിലാണ് ഈ സംഭവം പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഇത് കേട്ടപ്പോഴത്തേക്കും എനിക്കും അതിൻ്റെ ആൻസർ എന്താണെന്ന് ഞാൻ ആലോചിച്ചപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായത് പുള്ളി മിക്കവാറും ഈ ഒരു എവല്യൂഷൻ തിയറി അതൊക്കെ കണക്ട് ചെയ്തിട്ടായിരിക്കും പറയുക, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും പറഞ്ഞത് എന്നുള്ളതാണ് എൻ്റെ ഒരു തോട്ട്. അപ്പോൾ പുള്ളി ആ രീതിയിൽ തന്നെയാണ് അത് ആൻസർ ചെയ്തത്. മനസ്സിലായി ഇപ്പോഴത്തെ ഈ ഒരു ഫാമിലി സിസ്റ്റം അതൊക്കെ എങ്ങനെ ഉണ്ടായി, എങ്ങനെയാണ് ഒരു ഫാമിലി എന്നുള്ള സംഭവം ഇപ്പോഴത്തെ സൊസൈറ്റിയിലേക്ക് വന്നത്, നേരത്തെ ഉണ്ടായിരുന്ന വലിയ ഒരു ഫാമിലി നിന്നിട്ട് ഇപ്പോഴത്തെ ഒരു ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് എങ്ങനെയാണ് മാറിയത്, അതിൽ ഈ എന്താ പറയുക ഇൻഡസ്ട്രിയലൈസേഷൻ്റെയും അതേപോലെ തന്നെ ഈ അഗ്രികൾച്ചറിൻ്റെയും ഇൻഫ്ലുവൻസ് എന്താണ് എന്നുള്ള സംഭവങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ട് മൈത്രൻ അതിൻ്റെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന് രണ്ടാമതായിട്ട് ഈ മദ്യം മയക്കുമരുന്നിനെ പറ്റിയിട്ട് അവതാരകന് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചോദ്യത്തിലുള്ള ആൻസറോടെ വേണ്ടി പറ്റിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേറെ കുറേ ചോദ്യങ്ങൾ ചോദിക്കുകയും അതുമായിട്ടൊരു കണക്ഷൻ ഇല്ലാണ്ട് വരികയും അങ്ങനെ അവിടെ നിന്ന് മൈത്രേൻ ആ ഒരു ഇൻ്റർവ്യൂവിൽ നിന്ന് എണീറ്റ് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാനിത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഈ ഒരു ആങ്കറിന് പുള്ളി ചോദിച്ച ചോദ്യത്തിൽ ഒരു മറുപടി തരാം എന്നുള്ളത് തോന്നി. അപ്പം ഞാൻ അതിൻ്റെ വിഷ്വൽ ഞാൻ കാണിക്കുന്നില്ല, ജസ്റ്റ് ഞാൻ എൻ്റെ ഈ വീഡിയോ പ്ലേ ചെയ്യുമ്പോഴേക്ക് അതിൻ്റെ ഓഡിയോയിൽ മാത്രമായിരിക്കും നമ്മൾ കേൾക്കുന്നുണ്ടാവുക. കാരണം കുറച്ച് കോപ്പറേറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോവാം. ഒരു സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കൂടിയാണ്. ഇപ്പൊ പലപ്പോഴാണെന്നുണ്ടെങ്കിൽ പോലും ഈ മയക്കുമരുന്നിലെ ഇപ്പൊ കുറച്ചുകൂടി അടുത്ത കാലത്ത് കൂടുതലായിട്ട് വിഷയങ്ങളിലും വാർത്തകളിലും വന്ന കാര്യങ്ങൾ MDMA കഞ്ചാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ടതും കൂടി അതിൽ പെടുന്നതല്ല, ശരിക്കും വിഷയങ്ങളിൽ ഭയങ്കരമായിട്ട് പ്രതിബന്ധിക്കണമെന്ന് കൂടിയല്ല ശരിക്കും ഈ മദ്യനയം കൂടി. അപ്പം അതിൽ പറയുന്നുണ്ട് ഈ അടുത്ത് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ന്യൂസാണ് ഈ മയക്കുമരുന്നും MDMA എന്നുള്ള ഒരു ഇത്. അപ്പം അതിൽ പുള്ളി അറിഞ്ഞുകൊണ്ടാണ് അറിയാതാണെന്ന് എനിക്കറിയത്തില്ല. അത് പറഞ്ഞത് അതുമായിട്ട് ബന്ധപ്പെട്ടതല്ല, എന്നാൽ അതിനോടുകൂടി നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യമല്ല ഈ ഒരു മദ്യം എന്നുള്ള സംഭവം. നമുക്കൊരിക്കലും മദ്യത്തിന് മയക്കുമരുന്നിൽ നിന്നിട്ട് മാറ്റി നിർത്താൻ പറ്റില്ല. ഒരു മദ്യം മയക്കുമരുന്ന് എന്നൊരു ഡിവിഷൻ ഇല്ല. മദ്യവും മയക്കുമരുന്നിൻ്റെ ആ ഒരു സെയിം ആ ഒരു കാറ്റഗറി തന്നെ ഉൾപ്പെട്ട സംഭവം, മനസ്സിലായില്ലേ? അപ്പോൾ അത് അറിഞ്ഞോണ്ടാണ് അറിയാത്തതെന്ന് അറിയില്ല. ഞാൻ ആ ഒരു സംഭവം ആ ഒരു പറഞ്ഞൊരു കാര്യത്തിൽ ക്ലാരിറ്റി വരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ബാക്കിയുള്ള ആ ഒരു വീഡിയോ നമുക്ക് നോക്കാം. ആ മദ്യം കൂടി മദ്യത്തിലാണെന്നുണ്ടെങ്കിൽ അത്ര ഗൗരവമായ ഒരു വിഷയത്തിന് കണക്കാക്കേണ്ടതില്ലേ? ആ അതേ മദ്യത്തിൽ തന്നെ ശരിക്കും ഗവൺമെന്റിന്റെ കീഴിൽ ഇത്രയും ഔട്ട്ലെറ്റുകൾ കൊടുക്കുമ്പോൾ അത് ശരിക്കും ശരിയാണെന്ന് തോന്നുന്നു. എന്തായാലും അപ്പോൾ അതിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മദ്യം എപ്പോഴും മയക്കുമരുന്ന് മദ്യം എന്നാണല്ലോ ഈ ഒരു വാർത്തയിലും ബാക്കിയുള്ള ആൾക്കാരും പറയുന്നത്. അപ്പോൾ അതേ ഒരു ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ മദ്യത്തിനെയും കാണണ്ടേ എന്നുള്ള സംഭവം ചോദിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇത്രയും ഔട്ട്ലെറ്റുകൾ തുറക്കുമ്പോഴത്തേക്കും ആ മദ്യത്തിനുള്ള ഔട്ട്ലെറ്റുകൾ ഇത്രയും അധികം തുറക്കുമ്പോഴത്തേക്കും ആ ഒരു കാര്യം ശരിയാണോ എന്നുള്ളതാണ് ഈ ഒരു റോഹൻ എന്ന് പറഞ്ഞ ആങ്കർ മാറ്റിട്ടോട് ചോദിക്കുന്നത്. അപ്പം നമുക്ക് പുള്ളി ഫസ്റ്റ് കുറച്ച് ഉത്തരങ്ങൾ പറയുന്നുണ്ട്, അത് നമുക്ക് നോക്കാം. ശരി എന്നൊക്കെ പറയുന്നത് എത്രയോ നാളായിട്ട് മനുഷ്യർ ഉപയോഗിച്ചിട്ടിരിക്കുന്ന സാധനങ്ങളാണ്. ആ ഉപയോഗിച്ചിട്ടിരിക്കുന്ന സാധനം നിരോധിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നത്തിനെ പറ്റിയാണ് പറയുന്നത്. ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത് എന്താണ്? നിരോധനത്തിന്റെ യുക്തികൾ എന്ന് പറയുന്നത് മറ്റുള്ളവരെ പറ്റി കൺസിഡർ ചെയ്യാതെ ഞങ്ങൾ നിങ്ങളെ നന്നാക്കും എന്ന് പറയും. അപ്പോൾ ആൾക്കാർക്ക് ഇത് കുറച്ചുകൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണെന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക, ചില ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകും. ഇത് ഗവൺമെൻറ് ഇതിപ്പോൾ നമ്മൾ മദ്യമൊക്കെ ഇത് ഗവൺമെൻറ് വെക്കുന്നുണ്ടിട്ട് ഗവൺമെൻറ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഗവൺമെൻറ് കണ്ടുപിടിച്ച് ആൾക്കാർക്ക് കൊടുക്കുന്ന ആണെന്നുള്ള സംഭവം ഉണ്ട്. അങ്ങനെയൊന്നുമല്ല. ഇത് പഴയ കാലം മുതൽ ഇതേപോലുള്ള കുറേ ലഹരി വസ്തുക്കൾ മനുഷ്യർ ഉപയോഗിച്ചിരുന്നിട്ടുണ്ട്. അപ്പോൾ അത് പല മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു മദ്യത്തിൽ നിന്നിട്ട് അത്യാവശ്യം വരുമാനം ഗവൺമെൻറ്റിന് ഉണ്ടാക്കാൻ പറ്റുമെന്ന് കണ്ടെത്തുകയും അത് ഗവൺമെൻറ്റിന് മാത്രം ഒരു എന്താ പറയുക കുത്തകയായിട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് മാത്രമേ അതിന് റൈറ്റ് ഉള്ളൂ, വേറെ ഒരു പ്രൈവറ്റ് കമ്പനിക്കും അത് ഉൽപ്പാദിക്കാനുള്ള റൈറ്റ് ഇല്ല, അല്ലെങ്കിൽ ഇതിൻ്റെ മെജോറിറ്റി ഓഫ് ദ കൺട്രോളും ഗവൺമെൻറ് ആയിരിക്കും വഹിക്കുന്നത് എന്നുള്ള ആ ഒരു കൺട്രോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റെഗുലേഷനും കാര്യങ്ങളും അത് ഉൽപ്പാദിപ്പിക്കുക എന്നല്ല, ഇത് വെക്കുമ്പോഴത്തേക്കും അതിനുള്ള റെഗുലേഷൻ അതിൻ്റെ മേലുള്ള കൺട്രോൾസ് കാര്യങ്ങൾ. കാരണം ഈ ഒരു മദ്യം എന്ന് പറഞ്ഞ സംഭവങ്ങൾ നമ്മൾ കടയിൽ പോയിട്ട് പഞ്ചസാര വാങ്ങിക്കുന്ന പോലെ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമല്ലല്ലോ. അത് തീർച്ചയായിട്ടും മനുഷ്യരുടെ ആരോഗ്യത്തിന് എതിരാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ എന്താ പറയുക ഗവൺമെൻറ് കൺട്രോളിലായിട്ടാണ് ഇത് വായിക്കുന്നത്. അല്ലാതെ ഇത് ഗവൺമെൻറ് കണ്ടുപിടിച്ച സാധനമായി മദ്യം എന്ന് പറയുന്നത്
ഓൾറെഡി മനുഷ്യർ പല വിധത്തിലുള്ള വാറ്റും ചാരായങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൺട്രോൾഡായിട്ട് ഇപ്പോൾ ഗവൺമെൻറ് റെഗുലേറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കച്ചവടം ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് മൈത്രി ഇവിടെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. രാജാക്കന്മാരുടെ നിലപാടാണ് നിരോധനം. പക്ഷെ മദ്യത്തിനോട് നിരോധനം ഇല്ലല്ലോ. മദ്യത്തിന് അത് തന്നെയാണ് ഇയാളെ പിന്നെ എന്ത് ചർച്ചയാണല്ല പറയും. മദ്യത്തിനോട് നിരോധനം മദ്യത്തിനോട് ഇതില്ല. അപ്പോൾ ഇവിടെ പുള്ളി ചോദിക്കുന്നുണ്ട്, മദ്യത്തിനോട് നിരോധനമില്ലല്ലോ, ബാക്കി എല്ലാത്തിനും നിരോധനം ഉണ്ടല്ലോ, അപ്പോൾ മദ്യം കൂടി നിരോധിച്ചാൽ എന്താണ് പ്രശ്നം എന്നുള്ളതാണ് ആങ്കർ ചോദിക്കുന്നത്. അപ്പോൾ അതിൽ എന്താ ഒരു ഉത്തരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ മദ്യം എന്ന് പറഞ്ഞ സംഭവം ഞാൻ പറഞ്ഞില്ലേ, ഇത് ഗവൺമെൻറ് ഉണ്ടാക്കിയതല്ല, ഈ ഒരു അടുത്ത് ഗവൺമെൻറ് കണ്ടുപിടിച്ച് ഉണ്ടാക്കിയതല്ല. അത് നേരത്തെ ഉപയോഗിച്ചിരുന്ന ആൾക്കാർ തന്നെ, അത് രാജാക്കന്മാരുടെ കാലത്ത് തന്നെ, അല്ലെങ്കിൽ ഈ കുറച്ചുകൂടി മോഡേണൈസ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി രൂപപ്പെട്ട കാലത്ത് തന്നെ ഗവൺമെൻറ് ഇത് മനസ്സിലാക്കുകയും അത് ഗവൺമെൻറ് റെഗുലൈസ്ഡ് ചെയ്തിട്ട് ഗവൺമെൻറ്റിലേക്ക് കൂടുതൽ റവന്യൂ പോകാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി കണക്കിലെടുത്തിട്ട്, മനസ്സിലായില്ലേ, ഫസ്റ്റ് പറഞ്ഞതാണ് മെയിൻ, റവന്യൂ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. എന്തായാലും ഒരിക്കലും ഒരു സംഭവം ഇത് മാർക്കറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തൊരു സാധനം മദ്യം. ആൾക്കാർ ഉപയോഗിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പുതിയതായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാർ അങ്ങോട്ട് പോയിട്ട് മദ്യം വാങ്ങിച്ചു കുടിച്ചോളും. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നേരത്തെ തന്നെ നമ്മളുടെ സമൂഹത്തിൽ ഈ ഗവൺമെൻറ് റെഗുലേഷന് മുന്നേ തന്നെ ഈ ഒരു മദ്യം അല്ലെങ്കിൽ മറ്റു പല വസ്തുക്കൾ ഉള്ളപ്പോഴത്തേക്കും തന്നെ ഇത് നിരോധിച്ച് എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഓൾറെഡി ഇതിൽ ഉപയോഗിച്ച് അതിൻ്റെ ഒരു രസം കിട്ടിയ ആൾക്കാർ, അല്ലെങ്കിൽ അതിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ഇവർ ഇത് എന്താ നിർത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവരിത് പോയിട്ട് എങ്ങനെയെങ്കിലും സ്വന്തമായിട്ടൊക്കെ ഉണ്ടാക്കി എന്താ ഉപയോഗിക്കാൻ നോക്കും. നമ്മൾ കഴിഞ്ഞ കോവിഡ് കാലത്തൊക്കെ കണ്ട് മദ്യഷാപ്പൊക്കെ പൂട്ടേണ്ടി വന്നപ്പോഴത്തേക്കും ആൾക്കാർ ഈ എന്താണ് സാനിറ്റൈസറൊക്കെ എടുത്ത് കുടിച്ചെന്ന് പറഞ്ഞിട്ട് മരണപ്പെട്ടിട്ടുണ്ടേ. അപ്പം ഇങ്ങനെ നിരോധിക്കുമ്പോഴത്തേക്കും ഇതേപോലുള്ള പ്രശ്നങ്ങളുണ്ടാവും, മനസ്സിലായില്ലേ. അവർ ചിലപ്പോൾ തോന്നുന്ന രീതിയിൽ അതിൻ്റെ എന്താ പറയുക വാറ്റോ അല്ലെങ്കിൽ ചായയൊക്കെ ഉണ്ടാക്കുന്ന ഈ സംഭവങ്ങൾ അതിൻ്റെ മിക്സൊക്കെ വല്ല മാറിപ്പോയാൽ ചിലപ്പോൾ കാഴ്ച ഫുള്ളായിട്ട് പോകാനായിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ മരണം തന്നെ സംഭവിക്കാനുള്ള കാരണമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് അത് നിരോധിക്കാത്തതും. പക്ഷേ സെയിം ടൈം ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികളുടെ മേളിൽ കൺട്രോൾഡ് ആയിട്ട് അത് കറക്റ്റാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതേപോലുള്ള എന്താ മോർട്ടലായിട്ടുള്ള ഇത് മരണത്തിലേക്കോ അല്ലെങ്കിൽ കണ്ണിൻ്റെ കാഴ്ച പോയിട്ടുള്ള വലിയ ഗുരുതരമില്ലാത്ത രീതിയിലൊക്കെ അതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് അത് നിരോധിക്കാതിരിക്കുന്നതിൻ്റെ കാരണം ഇതാണ്, മനസ്സിലായില്ലേ. അപ്പോൾ നമുക്ക് ബാക്കി തന്നെ പുള്ളി പറഞ്ഞെന്നുള്ളത് നോക്കാം. എന്ന് പറയുമ്പോൾ മദ്യം മയക്കുമരുന്നാണെന്ന് അറിയണം. ആണ് അല്ലേ? ആണ്, അതെനിക്കറിയാവുന്നതാണ്. അപ്പൊ മദ്യം ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഈ മദ്യം ചെയ്യുമ്പോ അപ്പോൾ മൈത്രിയോട് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, മദ്യം ചെയ്യുന്നത് പോലെ തന്നെ മയക്കുമരുന്ന് ചെയ്താൽ മതി എന്നാണ് മൈത്രിയോട് പറയുന്നത്. പക്ഷേ ആങ്കർ പറയാൻ വേണ്ടി നോക്കുന്നത് മയക്കുമരുന്ന് നിരോധിക്കുന്നത് പോലെ തന്നെ മദ്യം നിരോധിച്ചൂടെ എന്നുള്ളതാണ് ആങ്കർ പറയുന്നത്, മനസ്സിലായി. അപ്പോൾ രണ്ടിൻ്റെയും എന്താ പറയുക സ്ഥിതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഈ ഒരു ആങ്കർ പറയുന്ന പോലെ തന്നെ എന്താണ് ഈ ഒരു മദ്യവും നിരോധിച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഇത് ഉപയോഗിച്ചിട്ടിരിക്കുന്ന ആൾക്കാർ അവരെന്തെങ്കിലും വഴി കണ്ടുപിടിക്കും, മനസ്സിലായില്ലേ. ഒന്നല്ലെങ്കിൽ ഇത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പൈസക്ക് ആവശ്യമുള്ള ആൾക്കാർ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊക്കെ അറിഞ്ഞ് നെറ്റ് നോക്കി എവിടെയെങ്കിലും നോക്കി പഠിക്കുകയും ഇത് കൂടുതൽ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള രീതിയിൽ ഇവർ ഉൽപ്പാദിപ്പിക്കുകയും ഇതേപോലെ എന്താ പറയുക ബ്ലാക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഈ അണ്ടർഗ്രൗണ്ട് വരി രഹസ്യമായിട്ട് വിൽക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വിൽക്കുമ്പോഴത്തേക്കും ഇത് നിരോധിത വസ്തു കൊണ്ടിട്ടുള്ളത് തന്നെ ഈ വിൽക്കുന്ന ആൾക്കാർ പിടിക്കപ്പെടുമ്പോഴത്തേക്കും അവർ ക്രിമിനൽ ആകുകയും, അല്ലെങ്കിൽ ഇത് നിരോധിത വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആൾക്കാർ പിടിക്കപ്പെടുമ്പോഴത്തേക്കും അവരും ഇതേപോലെ ക്രിമിനലൈസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ കൂടുതൽ സമൂഹത്തിൽ ക്രിമിനൽസ് ആയിട്ടുള്ള ആൾക്കാരെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഈ ഒരു നിരോധനം അതിന് കാരണമാകും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ എന്താ പറയുക മദ്യം നിരോധിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ മറ്റു ലഹരികളും നിരോധിക്കേണ്ട അല്ല ആവശ്യം. അത് നമ്മൾ കൺട്രോൾഡായിട്ട് നമ്മൾ ഗവൺമെൻറ് റെഗുലേഷനോടുകൂടി അതിനുള്ള ഔട്ട്ലെറ്റുകൾ ഗവൺമെൻറ് വഴി തന്നെ അത് ചെയ്തു കൊടുക്കുക. കാരണം ഇപ്പോഴത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഒരിക്കലും ഇപ്പോൾ കഞ്ചാവ് നിരോധിച്ചെന്നിട്ട് കഞ്ചാവിൻ്റെയോ അല്ലെങ്കിൽ MDMA ഉപയോഗം നിന്നിട്ടില്ല, മനസ്സിലായില്ലേ. അത് ഡെയിലി എല്ലാ ആഴ്ചകളിലും നമുക്ക് ന്യൂസിൽ കാണിക്കാം, ഇത്ര അവർ കഞ്ചാവ് പിടിച്ചു, MDMA പിടിച്ചു എന്നുള്ളത്. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിരോധനമല്ല. ഒന്ന് നമ്മളിതിൽ കൺട്രോൾഡായിട്ട് കൊടുക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോധവൽക്കരിക്കുക എന്നുള്ളത്. ഈ ജനതയെ നമ്മളുടെ ഈ ഒരു ഇന്ത്യൻ സിറ്റിസൻസിനെ, ഇവിടുത്തെ പൗരന്മാരെ അവരുടെ ഹെൽത്തിനെ പറ്റിയും ഇത് ഉപയോഗിച്ചിട്ടുണ്ടാകുന്ന ദോഷത്തിനെ പറ്റിയും, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും അത് കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക റിലേഷൻ, നിങ്ങളുടെ വൈഫിനോട് അല്ലെങ്കിൽ മക്കളോടുള്ള റിലേഷൻ, അല്ലെങ്കിൽ അമ്മയോടുള്ള റിലേഷൻ, കുടുംബത്തിലും സമൂഹത്തിലൊക്കെ നിങ്ങൾ ഒറ്റപ്പെടാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് അവരെ ബോധവൽക്കരിച്ചിട്ട് ഇതിൻ്റെ ഉപയോഗം കുറച്ച് കൊണ്ടുവരാനേ പറ്റുള്ളൂ, മനസ്സിലായി. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടിട്ടാണ് എന്താ പറയുക മദ്യം പൂർണ്ണമായിട്ട് നിരോധിക്കാത്തതും, അതേപോലെ തന്നെ ബാക്കിയുള്ള ലഹരി വസ്തുക്കൾ നിരോധിച്ചാൽ ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകും എന്നുമായി ഇത്രയും പറയുന്നത്. മദ്യത്തിനോട് ഇതില്ലാന്ന് പറയുമ്പോൾ മദ്യം മയക്കുമരുന്നാണെന്ന് അറിയണം. ആണ് അല്ലേ? ആണ്,
അതെനിക്കറിയാവുന്ന. അപ്പൊ മദ്യം ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഈ മദ്യം ചെയ്യുന്ന ഇപ്പൊ MDMA കേസിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ശരിക്കും ഇത് നിരോധിക്കുന്നതുകൊണ്ടും അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നതോടും കൂടിയാണ് ശരിക്കും ഇത് ഒളിഞ്ഞു മറിഞ്ഞു സംഭവിക്കുന്നത്. ഇത് പരസ്യമായിട്ട് ഇത് ലീഗലി മദ്യം കൊടുത്തിട്ട് വരെ ശരിക്കും ഈ കുറവല്ലല്ലോ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വേറൊരു സ്റ്റേറ്റ്മെന്റ് റോഹൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മദ്യം ഇത്രയും കൺട്രോൾഡ് ആയിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ഔട്ട്ലെറ്റ് വഴി വരെ നിരോധിക്കാതെ നമ്മൾ കൊടുത്തിട്ടും ഇതിന്റെ ഉപയോഗം കുറയുന്നില്ലല്ലോ എന്നുള്ളത്. നമുക്കപ്പോൾ അതിൻ്റെ ഒരു ഡാറ്റ ഞാൻ ChatGPT വഴി ജസ്റ്റ് എടുത്തിട്ടുണ്ട് നമ്മളുടെ ഇന്ത്യത്തെ. നമുക്ക് ആ ഡാറ്റ ഒന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇതിൽ ഡാറ്റ അവൈലബിൾ ആയിട്ടുള്ളത് 1963 മുതൽ 2021 വരെയുള്ള കാലങ്ങളിലുള്ള ഡാറ്റയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ 1963 0.34 ലിറ്റർ പെർ ക്യാപിറ്റ എന്നുള്ള അളവിലാണ് ഇത് കാണിച്ചിരിക്കുന്നത്. പിന്നീട് ഇത് 2016-18 കാലയളവിൽ 5.70 പെർ ക്യാപിറ്റ ഇൻകം എന്നുള്ള ആ ഒരു മെഷർമെൻറ്റിലേക്ക് വളരെയധികം കൂടുന്നുണ്ട്. പിന്നെ അതിനുശേഷം കോവിഡിൻ്റെ ഭാഗമായിട്ടും അതേപോലെ തന്നെ മറ്റ് പല കാരണങ്ങളാലും ഇതിൻ്റെ അളവ് 2021 3 ലിറ്റർ പെർ ക്യാപിറ്റ എന്നുള്ള ആ ഒരു ഇതിലേക്കും ഡാറ്റ ഈ പോയിന്റ്സ് കുറഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇപ്പോൾ ഈ ഡാറ്റ പോയിന്റ്സ് പറഞ്ഞപ്പോഴത്തേക്കും തന്നെ എന്തുകൊണ്ടിട്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഉപയോഗം കൂടാനായിട്ടും അതേപോലെ തന്നെ 2018 ശേഷമുള്ള കാലഘട്ടത്തിൽ മദ്യത്തിൻ്റെ ഉപയോഗം കുറയാനും ഇടയായെന്നുള്ള കുറച്ച് കാരണങ്ങൾ ChatGPT ഞാൻ ചോദിച്ചിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അറിയാലോ, ഡിഫോൾട്ടായിട്ട് ഇംഗ്ലീഷിലായിരിക്കും ഇതിൻ്റെ ഉത്തരങ്ങൾ വരുന്നത്. അപ്പോൾ നമുക്ക് അത്ര കട്ടിയുള്ള ഇംഗ്ലീഷ് എന്ന് അറിയാൻ പാടത്തോടെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് മലയാളത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇവർ മലയാളത്തിൽ ഗ്രാമർ നോക്കില്ല, മനസ്സിലായില്ലേ? ആ വേർഡുകൾ അതേപോലെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. അപ്പോൾ ചിലപ്പോൾ അത് കുറച്ചും കൂടി എന്താ പറയുക, വിരോധാഭാസമായിട്ടുള്ള വേർഡ്സായിട്ടൊക്കെ വരും ചിലപ്പോൾ നമ്മളത് വായിക്കുമ്പോഴത്തേക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് വായിച്ചിട്ട് അത് നിങ്ങൾക്ക് ഞാൻ മനസ്സിലാവുന്നത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ അത് 2015-16 കാലഘട്ടത്തിൽ മദ്യ ഉപയോഗം ഉയർന്നത് എങ്ങനെ. അപ്പോൾ അതിൽ പറയുന്നത് വരുമാന വർധനയും മധ്യവർഗത്തിൻ്റെ വളർച്ച, അതേപോലെ തന്നെ എന്താ പറയുക, വരുമാനം വളരെ കൂടുതലായിരുന്നു. അതേപോലെ തന്നെ മിഡിൽ ക്ലാസിൻ്റെ പോപ്പുലേഷനും വളരെ കൂടുതലായിരുന്നു. കൂടുതലും മിഡിൽ ക്ലാസ് ആയിരുന്നു ഇത് ഉപയോഗിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കാലയളവിൽ ഇന്ത്യയിലെ മധ്യവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ പോപ്പുലേഷൻ കൂടുതലായിരുന്നു. അതേപോലെ തന്നെ നഗരവത്കരണം, രാത്രിയിലത്തെ ജീവിതശൈലി, ആഗോള സാംസ്കാരിക സ്വാധീനങ്ങൾ എന്നിവ മദ്യ ഉപയോഗം വർദ്ധിപ്പിച്ചു. അതേപോലെ തന്നെ അടുത്തൊരു പോയിന്റാണ്, വിപണനം വർദ്ധിക്കുകയും ലഭ്യത കൂടുതലാവുകയും ചെയ്തു. മദ്യം നിർമ്മിക്കുന്ന ബ്രാൻഡുകൾ പരസ്യങ്ങൾ വഴി പ്രചാരണം കൂട്ടി. അതായത് പ്രത്യക്ഷമായിട്ടും രഹസ്യമായിട്ടുള്ള ഈ മദ്യം ഉൽപ്പാദിക്കുന്ന ബ്രാൻഡുകൾ ഇതിൻ്റെ പരസ്യങ്ങൾ പ്രത്യക്ഷമായിട്ടും അല്ലാതെ രഹസ്യമായിട്ടും ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴത്തേക്കും ആൾക്കാർ ഇത് നോർമലൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയും ഇത് കൂടുതൽ ആൾക്കാർ ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. അടുത്തത്, മദ്യം ലഭിക്കാൻ ബിയർ വൈൻ കടകൾ, ബാറുകൾ എന്നിവ സംസ്ഥാനങ്ങളിലെ അനേക പ്രദേശങ്ങളിൽ കൂടുതൽ ലഭ്യമായി തീർന്നു. അതായത് സംസ്ഥാന സർക്കാരുകൾ കൂടുതൽ ഔട്ട്ലെറ്റുകൾ തുറക്കാൻ വേണ്ടിയിട്ടുള്ള ലൈസൻസുകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചപ്പോൾ അതിൻ്റെ കാരണമായിട്ട് കുറേ ഔട്ട്ലെറ്റുകൾ തുറക്കുകയും അതേപോലെ തന്നെ ഇതിൻ്റെ ഉപയോഗം കൂടി എന്നുള്ളതാണ് മറ്റൊരു കാരണം. അടുത്തത്, സാമൂഹിക അംഗീകാരം വർദ്ധിച്ചു. അതിൽ പറയുന്ന റീസൺ, പ്രത്യേകിച്ച് യുവാക്കൾക്കും സ്ത്രീകൾക്കും ഇടയിൽ മദ്യത്തിൻ്റെ ഉപയോഗം നോർമലൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതേപോലെ തന്നെ സിനിമകളും പോപ്പ് കൾച്ചറുകളും ഇത് സാധാരണമാക്കിയതിൽ പങ്കുവഹിച്ചിരുന്നു. ആ കാലത്തിറങ്ങിയ സിനിമകൾ ഈ ഒരു മദ്യം ഉപയോഗിക്കുന്നത് എന്തോ ഒരു വലിയ സംഭവമാണെന്നോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ എന്തോ സ്പെഷ്യലായിട്ടുള്ള ആൾക്കാരാണെന്നോ അതേപോലെ തന്നെ മദ്യം ഉപയോഗിക്കുന്നത് എന്തോ ഒരു ഹീറോയിസമാണ്, അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ മദ്യത്തിൻ്റെ ഉപയോഗം കൂട്ടി എന്നാണ് ഇതിൽ പറയുന്നത്. ചില സംസ്ഥാനങ്ങളിൽ നിയമങ്ങളും നിയന്ത്രണങ്ങളും സുതാര്യമായിരുന്നില്ല. അതിനാൽ കൂടുതൽ മദ്യ ലൈസൻസുകൾ അനുവദിക്കുകയും ലഭ്യത വർദ്ധിക്കുകയും ചെയ്തു. അതായത് ചില സംസ്ഥാനങ്ങളിൽ ഈ റെഗുലേഷൻസ് നമ്മൾ നിയന്ത്രിതമായിട്ട് കൊടുക്കണം എന്ന് പറയുമ്പോഴത്തേക്കും ഗവൺമെൻറ് അത് റെഗുലേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. മനസ്സിലായി, ഇത്രയും നമ്പേഴ്സ് കൊടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാണ് വേണ്ടത്, അങ്ങനത്തെ പല പല കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഇത് നമ്മൾ നിയന്ത്രിതമായിട്ട് കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പല സംസ്ഥാന സർക്കാരുകളും അവരുടെ റവന്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നത് കണ്ടപ്പോഴത്തേക്കും ഇത് മറ്റുള്ള കാര്യങ്ങൾ ഫാക്ടേഴ്സൊക്കെ ഒന്നും പരിഗണിക്കാതെ ഭയങ്കര അളവിൽ ഈ ഔട്ട്ലെറ്റുകൾ തുറക്കാനുള്ള ലൈസൻസുകൾ വളരെ വ്യാപൃതമായിട്ട് ആൾക്കാരിലേക്ക് എത്തിച്ചു. ഇനി 2016-2021 കാലഘട്ടത്തിൽ ഉപഭോഗം കുറക്കാൻ ഉണ്ടായിരുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിൽ പറയുന്ന കാര്യമാണ്, ചില ഇന്ത്യൻ സംസ്ഥാനങ്ങൾ മുഴുവൻ മദ്യനിഷേധം നടപ്പാക്കുകയോ അതിനോട് സാമ്യമുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയോ ചെയ്തു.
അതായത് ബീഹാർ 2016 പൂർണ്ണമായിട്ട് മദ്യനിഷേധം നടത്തി, അതായത് മദ്യം ബാൻ ചെയ്തു എന്നാണ് പറയുന്നത്. ഗുജറാത്തിൽ ഓൾറെഡി മദ്യം ബാൻ, ആൽക്കഹോൾ ബാൻ ഓൾറെഡി ഉണ്ടായിരുന്നു. കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു 2014 കാലഘട്ടത്തിൽ കുറേ റോഡ് സൈഡിലുള്ള അല്ലെങ്കിൽ സ്കൂളിനോട് ചേർന്ന് നിൽക്കുന്ന ബിവറേജസും അതേപോലെ തന്നെ ഈ ബാർ ഔട്ട്ലെറ്റുകളൊക്കെ ബാറൊക്കെ അടച്ചുപൂട്ടിയത്. അത് പിന്നീട് വൈൻ ഷോപ്പ് മാത്രമായിട്ട് മാറ്റുകയും എന്നാൽ 2017 ശേഷം അടച്ചുപൂട്ടിയ ഔട്ട്ലെറ്റുകൾക്ക് പകരമായിട്ട് കുറച്ച് കൂടുതൽ ഔട്ട്ലെറ്റുകൾ തുറക്കുകയും ചെയ്തു എന്നുള്ള രീതിയിലും ഇതിൽ ഡാറ്റ പറയുന്നുണ്ട്. അടുത്തത് പറയുന്നതാണ് ഇത് ഉപയോഗം കുറക്കാൻ വേണ്ടിയിട്ടുള്ള അടുത്തൊരു റീസണാണ് ഉയർന്ന നികുതിയും വില വർധനവും. അപ്പോൾ അനേകം സംസ്ഥാനങ്ങൾ 2016 ശേഷം മദ്യത്തിൽ എക്സൈസ് നികുതി വർദ്ധിപ്പിച്ചു. ഒന്നാമത്തെ റീസൺ മദ്യത്തിൻ്റെ നികുതി നമുക്കറിയാമല്ലോ, പഴയ ആ റേറ്റിൽ ഇപ്പോഴും ഓരോ വർഷം തോറും എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ചേട്ടന്മാരൊക്കെ ഒരു 50 രൂപയ്ക്ക് ഒരു ബിയർ വാങ്ങിക്കുന്ന, കിങ് ഫിഷർ ബിയർ വാങ്ങിക്കുന്ന ഒരു സംഭവത്തിലേക്ക് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു 120 രൂപ ആണ് തോന്നുന്നു. നോർമൽ കിങ് ഫിഷർ 120, 130 തോന്നുന്നു. അപ്പോൾ അത് വില കൂടുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഒരു 5 കുപ്പി ബിയർ വാങ്ങിച്ച ആൾക്കാർ ചിലപ്പോൾ 2ലേക്ക് 1ലേക്ക് ചുരുങ്ങാം. അപ്പം അങ്ങനെയും അതിൻ്റെ എന്താ പറയുക ആ ഒരു കൺസെപ്ഷൻ കുറഞ്ഞിട്ടുണ്ട്. പിന്നുള്ള മെയിൻ കാലഘട്ടമാണ് 2020, 2021 കാലഘട്ടങ്ങളിൽ ലോക്ക്ഡൗൺ. എല്ലാ ബാറുകളും ഔട്ട്ലെറ്റുകളും ഈ സമയത്ത് അടച്ചിടുകയും അല്ലെങ്കിൽ രാത്രി നൈറ്റ് പാർട്ടികളൊന്നും നടക്കാണ്ടിരിക്കുകയും അതൊക്കെ ചെയ്തപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ആ ഒരു കൺസംഷൻ കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ആരോഗ്യ ഭീഷണി കാരണം ചിലർ സ്വമേധയാ മദ്യം ഉപേക്ഷിച്ചു. അതായത് ചില ആളുകൾക്ക് ഓൾറെഡി ഇതിനോടുള്ള ഒരു ഹെൽത്ത് കോൺഷ്യസ് വരികയും അല്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള കാരണം ആ ഒരു സമയത്ത് വർദ്ധിക്കുകയും ചെയ്തപ്പോഴത്തേക്ക് അവർ ഓൾറെഡി അവരുടെ ആരോഗ്യത്തിനെ പ്രതി ആ ഒരു മദ്യം ഉപയോഗിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അത് നിർത്തുകയോ ചെയ്ത്. അതുകൊണ്ടിട്ട് അതിൻ്റെ ഒരു കൺസംഷൻ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ വേറൊരു റീസൺ പറയുകയാണ് WHO അടക്കമുള്ള ആരോഗ്യ സംഘടനകൾ മദ്യ ഉപയോഗത്തെക്കുറിച്ച് മുന്നറിയിപ്പുകൾ നൽകി. അതായത് ബോധവൽക്കരിച്ചു എന്നുള്ളതാണ് പറയുന്നത്. മനസ്സിലായി, മദ്യം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്നുള്ള സംഭവങ്ങൾ സമൂഹത്തിൽ ബോധവൽക്കരണം നടത്തി പല ഡാറ്റാസ് വെച്ചിട്ട്, പല മനുഷ്യരുടെ ജീവിതങ്ങൾ വെച്ചിട്ട്, പല ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് അതിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് WHO പോലുള്ള സംഘടനകൾ പൊതുസമൂഹത്തിന് അതിനുള്ള ഒരു ബോധവൽക്കരണം നൽകി. അപ്പോൾ അത് നോക്കുമ്പോഴേക്കും മനസ്സിലായി ഈ ഒരു സംഭവം നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ബോഡിക്ക് നല്ലതല്ല എന്നുള്ളത് മനസ്സിലാക്കുകയും അവർ ആ ഒരു ഉപയോഗം കുറയ്ക്കുകയും ചെയ്തു. അടുത്തത് ഒരു ഇത് പറയുന്ന സമൂഹത്തിൽ മദ്യത്തെ എതിരെയുള്ള സന്ദേശങ്ങൾ ശക്തമായി പ്രചാരണം നേടി. അതായത് മദ്യം കുടിക്കരുത് എന്നുള്ള സർക്കാരിൻ്റെ പല ക്യാമ്പയിൻസും ആ ഒരു സമയത്ത് വളരെ വ്യാപകമായിട്ട് ആ കാലങ്ങളിലെ സർക്കാരുകൾ എന്താ പറയുക ജനങ്ങളോടൊപ്പം കൈകോർത്തിട്ട് പല ക്യാമ്പയിൻസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് എന്താ പറയുക മദ്യം ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ ക്രമാതീതമായിട്ട് തന്നെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ സിനിമയൊക്കെ കാണാണ്ട് പോയി അറിയാം, അതിൽ മറ്റേ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞതറിയാം. അപ്പം അങ്ങനത്തെ ക്യാമ്പയിൻസും ബോധവൽക്കരണമൊക്കെ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഉപയോഗം കുറഞ്ഞു എന്നുള്ളതാണ് ഈ ഒരു ChatGPT വന്ന ഡാറ്റാസൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോധവൽക്കരണം തന്നെയാണ് മെയിൻ. മനസ്സിലല്ലേ, നിയന്ത്രിതമായിട്ട് കൊടുക്കുകയും വേണം, അതേപോലെ തന്നെ ബോധവൽക്കരിക്കുകയും കൂടി ചെയ്യണം. എന്നാലും മാത്രമേ നമുക്കിത് നിയന്ത്രിതമായിട്ട് ഇത് കുറക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ ഇത് നോക്കിയപ്പോഴത്തേക്കും ഈ മദ്യം ഉപയോഗിക്കുന്നതിൻ്റെ അളവ് കുറഞ്ഞതായിട്ട് തന്നെയാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ അതിൽ ആ റോഹൻ്റെ ആ ഒരു വാദം അവിടെ ഫസ്റ്റ് പൊളിക്കുകയാണ്. നമുക്ക് ബാക്കി എന്താണ് പുള്ളി പറഞ്ഞതെന്നുള്ളത് നോക്കാം. അതാണ് ഇപ്പൊ പ്രശ്നം. ഇയാളുടെ നാട്ടിൽ എന്താണ് ഇപ്പൊ ഈ ഇവിടുത്തെ ഈ ആളുടെ ഇവിടെ ലോകത്തെ മയക്കുമരുന്ന് ഞാൻ അഡിക്റ്റീവ് ആകുന്ന സാധനങ്ങളിനകത്ത് ഉണ്ടാകുന്നതാണ് മദ്യവും സിഗരറ്റും നിക്കോട്ടിനും. ഇത് രണ്ടും നിയന്ത്രിതമായി കൊടുക്കുന്നുണ്ടല്ലോ ഇവിടെ. നിയന്ത്രിതമായിട്ട് അത് പറയത്തില്ല, അതിന് നിയന്ത്രണം സംഭവിക്കുന്നില്ല. അല്ല, അപ്പോൾ അതിന് നിയന്ത്രണം സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് റോഹൻ പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്താണ് ഓൾറെഡി ഞാനിപ്പോൾ നിങ്ങൾക്കൊരു ഡാറ്റ കാണിച്ചു, അതൊരു റഫായിട്ടുള്ള ഡാറ്റയാണ്. നിങ്ങൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ സർക്കാരിൻ്റെ തന്നെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഡാറ്റാസ് നിങ്ങൾക്ക് കിട്ടും. ഞാൻ പെട്ടെന്ന് ChatGPT നോക്കിയിട്ട് എടുത്തുന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവം ഇത്രയും ചിലപ്പോൾ ഓൾറെഡി ആ ഒരു ഡാറ്റാസും കാര്യങ്ങളും നോക്കി മനസ്സിലാക്കിയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതിന് വിരോധമായിട്ടാണ് ഈ പുള്ളി റോഹൻ എന്ന് പറഞ്ഞ പുള്ളി ഇതിനെ എഗെയിൻസ്റ്റ് ആയിട്ടില്ലെങ്കിൽ ആ ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കാതെയാണ് പുള്ളി സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു പഠിക്കാതെയുള്ള ഒരു സംഭവം ഇങ്ങനെ വെറുതെ ഇങ്ങനെ വാക്കാൽ പറയുമ്പോഴത്തേക്കുള്ള രോഗമാണ് മൈത്രി എന്ന് പറഞ്ഞ വ്യക്തി അവിടെ പ്രകടിപ്പിച്ചത്. അപ്പോൾ പുള്ളി പറഞ്ഞ വിൽപ്പനകൾ എന്നുള്ള രീതിയിൽ കൂടുതൽ മദ്യമാണ് വിൽക്കുന്നത് എന്നുള്ള പറയുന്നത്. അത് നിങ്ങൾ ഡാറ്റാസ് എടുത്ത് നോക്കാത്തതിൻ്റെ പ്രശ്നമാണ്. മനസ്സിലായി, നിങ്ങൾ ജസ്റ്റ് ഡാറ്റാസ് എടുത്ത് നോക്കുക. അപ്പോൾ ഡാറ്റാസ് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും
ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലത്ത് ഈ ഒരു ഉപയോഗം കൂടുതലാണ് കുറവാണെന്നുള്ളത്. മിക്ക ആൾക്കാരും മദ്യത്തിൻ്റെ ഉപയോഗം നല്ലപോലെ കുറച്ചിട്ടുണ്ട്. കുറേ പേര് പൂർണ്ണമായിട്ട് നിർത്തിയിട്ടുണ്ട്. അതിൽ സമൂഹത്തിലും അതേപോലെ തന്നെ പല മത പഠന സ്ഥാപനങ്ങളിലും ഈ മദ്യത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളും പഠിപ്പിക്കലൊക്കെ ഉണ്ട്. മതസ്ഥാപനങ്ങളിൽ മാത്രമല്ല, ബാക്കിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അല്ലെങ്കിൽ ഏതെങ്കിലും എന്താ പറയുക കമ്പനീസിലും പല ആൾക്കാരും വന്ന് ബോധവൽക്കരിച്ചിട്ട് അവരുടെ ലൈഫിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരെയും ആ ഒരു മദ്യത്തിൻ്റെ ഉപയോഗം കുറച്ചിട്ട് മാറ്റാനായിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നിയന്ത്രണം എന്ന് പറയുമ്പോഴത്തേക്കും ഇതും നിയന്ത്രണത്തിൻ്റെ ഭാഗമായിട്ട് പെടും. മനസ്സിലായി, നമ്മൾ ആൾക്കാരെ ഒരു സൈഡിൽ നിന്ന് നിയന്ത്രിക്കുമ്പോഴത്തേക്കും മറ്റൊരു സൈഡിൽ പുതുതലമുറയെയും അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇരിക്കുന്ന ആൾക്കാരെയും ഇതേപോലെ ക്യാമ്പയിൻസും അല്ലെങ്കിൽ ക്ലാസ്സുകളൊക്കെ വഴിയിട്ട് അവർക്ക് ഇതിനെ പറ്റിയിട്ടുള്ള അവബോധം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ഇയാളെ ഇവിടുത്തെ 800 കോടി ജനം ഉണ്ടായെന്ന് അറിയാവോ? ഈ കഴിഞ്ഞ 100 വർഷത്തിന് എല്ലാവരുടെയും ജീവിതം നീണ്ടുപോയെന്ന് അറിയാവോ? ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മൈത്രേയൻ പറയുന്നതാണ് 800 കോടി ജനം ഉണ്ടായി, അപ്പോൾ എല്ലാവരുടെയും എന്താണ് ലൈഫ് നീണ്ടു പോയിട്ടുണ്ടെന്നുള്ളൊരു സംഭവം. അപ്പോൾ ഇതിൽ ഒരു കാലയളവ് പറയുന്നുണ്ട്. 1924 32-35 ആണ് ഒരാളുടെ എന്താ പറയുക ശരാശരി ഒരാളുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അതിനുശേഷം ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ 2024-25 വന്നപ്പോഴത്തേക്കും ലൈഫ് സ്പാൻ ഒരു 71 വയസ്സിന് മുകളിലേക്ക് കൂടി എന്നുള്ള സംഭവമായി ഇത്രയും പറയുന്നത്. നമുക്ക് അപ്പോൾ അതും കൂടി കേട്ട് നോക്കാം. അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോഴത്തേക്കും എന്താ പറയുക, നമ്മൾ ഡാറ്റാസ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും അത് മാച്ച് ആവുന്നില്ല. അവിടെ ഒരു കോൺട്രഡിക്ഷൻ വരുന്നുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ ഡാറ്റാസും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് സ്റ്റാറ്റിസ്റ്റ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ്സൈറ്റിന് എടുത്തിരിക്കുന്നത്. എത്രമാത്രം എന്താ ഗവൺമെൻറ് ക്രെഡിബിലിറ്റി ഉള്ളതാണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗവൺമെൻറ് വെബ്സൈറ്റും കൂടി എടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ 1920 കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ലൈഫ് സ്പാൻ ഉള്ളത് 21.16 വയസ്സ് വരെ ആവറേജ് ശരാശരി എന്ന് പറയുമ്പോഴത്തേക്കും 21.16. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഒരു 30 വയസ്സ് വരെയൊക്കെ ആൾക്കാർ ആ സമയത്ത് ജീവിച്ചിരുന്നിട്ടുണ്ട്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഈ ഒരു 50 അല്ലെങ്കിൽ 60 കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. കാരണം ആ ഒരു സമയത്ത് ഈ അസുഖം വരുമ്പോഴത്തേക്കും അതിൽ മെഡിസിൻ്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള അവൈലബിലിറ്റി ആ ഒരു കാലഘട്ടത്തിൽ കുറവായിരുന്നു. അതിനുശേഷം ഇതിലിപ്പോൾ 2020 ഡാറ്റ ഉള്ളൂ. 2020 വന്നപ്പോഴത്തേക്കും 69 വയസ്സ് വരെ 69 വയസ്സായിട്ട് ശരാശരി ഒരാളുടെ ദൈർഘ്യം നീണ്ടതായിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റാസും ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ആ ഒരു രീതിയിൽ നിന്ന് ഇത് കൂടി വന്നിരിക്കുന്നത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ആ ഒരു മോഡേൺ മെഡിസിനും അത് അവൈലബിലിറ്റിയും അത് ചികിത്സ ആൾക്കാർക്ക് കിട്ടുന്നതിൻ്റെ അവൈലബിലിറ്റിയും കൂടിയത് കൊണ്ടിട്ടാണ് ഈ ആൾക്കാരുടെ ലൈഫ് സ്പാൻ കൂടുതൽ. മനസ്സിലായില്ല. പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് തൊട്ടടുത്ത് തന്നെ പോലുള്ള ഹോസ്പിറ്റൽസ് ഇല്ല, അല്ലെങ്കിൽ ചികിത്സ ഇല്ല. അതോ ചികിത്സയും ഇതേപോലെ ഹോസ്പിറ്റൽ സൗകര്യങ്ങളും നിഷേധിക്കപ്പെട്ടുകൊണ്ടിട്ടാണ് ആൾക്കാർക്ക് പറ്റിയത് ഈ ഒരു ആയുസ് അത്രയും വളരെ കുറവായതുകൊണ്ടിട്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നോക്കുമ്പോഴത്തേക്കും ഒട്ടുമിക്ക ആളുകൾക്കും ഇതേപോലുള്ള ഹോസ്പിറ്റൽ സൗകര്യം കിട്ടുകയും അതുപോലെ തന്നെ ഒട്ടുമിക്ക ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ പഴയതിനേക്കാളും മെച്ചമായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ മാറിയിട്ടുണ്ട്. എന്നാലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ അത്രയും ഒരുമിച്ച് പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇല്ല, എപ്പോഴും താഴെ. എന്നാലും ഒട്ടുമിക്ക പനി പോലുള്ള ചെറിയ രോഗങ്ങൾക്കും പ്രസവത്തിനൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മളുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ടും അതേപോലെ പല സബ്സിഡീസും അല്ലെങ്കിൽ പ്രസവരക്ഷ പോലുള്ള പല കാര്യങ്ങളും അല്ലെങ്കിൽ പല ഹെൽത്ത് അഡ്വൈസസും നമുക്ക് ഇന്ന് നല്ലപോലെ കിട്ടുന്നുണ്ട്. അത് ഈ ഒരു ഹോസ്പിറ്റൽസിൽ ഡോക്ടേഴ്സിലൂടെ മാത്രമല്ല, പല ഹെൽത്ത് അഡ്വൈസസും നമുക്ക് ഫോണിനുള്ളിൽ തന്നെ നമുക്ക് ധാരാളം നമ്മളുടെ ആരോഗ്യം റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അങ്ങനെ കുറേ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള നമുക്ക് അവയർനെസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടും നമ്മൾക്ക് നമ്മളുടെ ലൈഫിൻ്റെ അവയർനെസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മദ്യമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മദ്യം ഉപയോഗിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ദോഷവശങ്ങൾ മനസ്സിലാക്കുന്ന ക്യാമ്പയിൻസ് അല്ലെങ്കിൽ ഈ ബോധവൽക്കരണ പരിപാടികളുടെ അളവ് കൂടുകയും അതിനെ പ്രതി മദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഈ മദ്യം ഉപയോഗിക്കുന്നത് പൂർണ്ണമായിട്ട് നിർത്തുകയോ അല്ലെങ്കിൽ കുടിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുകയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡാറ്റയാണ് മൈത്രേയൻ പുള്ളിനോട് ചോദിക്കുന്നത്. അതറിയാതെയാണ് നിങ്ങൾ പറയുന്നത് എന്നുള്ള രീതിയിലാണ് മൈത്രേയൻ റോഹനോട് പറയുന്നത്. 200 കോടി ജനമേ ലോകത്തുണ്ടായിരുന്നുണ്ട് 1924. ഇന്നോ 800 കോടി ജനമുണ്ട്. നിങ്ങൾ ഈ പറയുന്ന ഒരു സാധനവും ശരിയല്ല. അതുകൊണ്ടാണ് അത് പറയുന്നത്. അങ്ങനെയല്ല അത് മനസ്സിലാക്കേണ്ടത്. ഇത്രയധികം മനുഷ്യര് ഇത്രയധികം നന്നായി ജീവിക്കുന്ന ഇത്രയധികം സുഖസൗകര്യത്തോടെ കഴിഞ്ഞിട്ടുള്ള ഒരു കാലം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സ്ഥലത്ത് ഇതെല്ലാം തകർന്നുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയും. അപ്പോൾ അതിലുമായി ഇത്രയും പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
1924 കാലഘട്ടത്തിൽ 200 കോടി ജനതയെ ആകെ ലോകത്ത് ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു കൗണ്ടിൽ നിന്നിട്ടാണ് ഇപ്പോൾ 2024-25 ആയപ്പോഴത്തേക്കും അത് 800 കോടിയായിട്ട് 600 കോടി തന്നെ ഇത്രയും 100 വർഷങ്ങൾക്കുള്ളിൽ അത്രയും പോപ്പുലേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്രയും പോപ്പുലേഷൻ ഉണ്ടായതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ പറഞ്ഞു ടെക്നോളജി, അതുപോലെ തന്നെ ഹെൽത്തിൻ്റെ അവൈലബിലിറ്റി, അങ്ങനെ പല പല നല്ല റീസൺസാണ്. അപ്പോൾ അതിൽ മൈത്രേയൻ പറഞ്ഞു വെക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാലഘട്ടത്തിനേക്കാളും വളരെ നല്ലതും മെച്ചപ്പെട്ടതായിട്ടുള്ളൊരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊന്നും കാണാതെയാണ് ലോകം തകർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് റോഹനെ പോലത്തുള്ള ആൾക്കാർ പറയുന്നത് എന്നാണ് മൈത്രേയൻ പറയുന്നത്. ഒരു കഥയുണ്ട്. ആ കഥയുടെ തുമ്പത്താണ് താനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആളുകൾ മദ്യം കഴിച്ച് റോഡ് നീളെ കിടക്കുന്നത് മലയാളികളുടെ വീടുകളിൽ മദ്യം ഉപയോഗിക്കാൻ കഴിക്കാത്തതുകൊണ്ടാണ്. ഓക്കെ, അതിൽ എന്താ പറയുക, പുള്ളി പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ മദ്യം ഉപയോഗിച്ച് റോഡുകളിൽ കിടക്കുന്നത് മലയാളികളുടെ വീട്ടിൽ കഴിക്കാൻ ഉപയോഗിക്കാത്തതാണ്. ശരിയാണ്, നമ്മളുടെ ഈ സമൂഹത്തിൽ മദ്യം എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക, അതൊരു ചീത്ത വസ്തു, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാണ്ട് പാടുകളിലും ഇരുന്നിട്ട് മദ്യം കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവകാശം പല വീടുകളും ഇല്ല. കാരണം മദ്യം കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് ചീത്ത സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ഡിസ്റ്റർബ് ചെയ്യുകയും ഈ കുടിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് എങ്ങനെയെങ്കിലും പോയി കുടിക്കണ്ടേ. അപ്പോൾ അവരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പുറത്ത് പോയിട്ട് ഒരു കുപ്പി വാങ്ങിക്കുമ്പോഴത്തേക്കും അവർക്ക് കുറച്ച് അത് കുടിച്ചിട്ട് നിർത്താൻ പറ്റില്ല. എന്തായാലും കുപ്പി വാങ്ങിച്ചിട്ട് പോയി, അപ്പോൾ അത് മുഴുവൻ കുടിക്കേണ്ടി വരും. ജസ്റ്റ് ഒരു പൈൻറ്റ് ആയിരിക്കും വാങ്ങിച്ചത്, പക്ഷേ അതിൽ സാധാരണ അയാൾക്ക് ഒരു 4 പെഗ് മതിയാകും. വീട്ടിലിരുന്ന് കുടിക്കുകയാണെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ ഒരു 4 പെഗിൽ അയാൾ നിർത്തുമായിരിക്കും. പക്ഷെ ഓൾറെഡി ഈ സാധനം വാങ്ങിച്ചും പോയി 4 പെഗ് കഴിച്ചുകൊണ്ട് ചിലപ്പോൾ പിന്നെയും ബാക്കി സാധനം ഇരിപ്പുണ്ട്, ഇത് കളയാനും പറ്റില്ല എന്നുള്ളത് അയാൾ ചിലപ്പോൾ കൂടുതൽ കുടിക്കുമായിരിക്കും. അപ്പോൾ അങ്ങനെ കുടിക്കുന്ന സംഭവങ്ങളൊക്കെ കൂടുതൽ പ്രശ്നങ്ങളിലേക്കോ അല്ലെങ്കിൽ കൂടുതൽ അഡിക്ഷനിലേക്കൊക്കെ പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് പുള്ളി ഈ കാര്യങ്ങൾ പറയുന്നത്. മലയാളികളാണ്. യൂറോപ്പിലെ സകല വീട്ടിലും മദ്യമുണ്ട്. അവിടെ ആരും റോഡിൽ കിടക്കത്തില്ല. കാരണം അവിടെ ആന്തരികമായ നിയന്ത്രണം. അത് ഒരു പറഞ്ഞ ശരിയാണ്. കാരണം നമ്മൾ യൂറോപ്പിൽ നമ്മൾ മിക്ക വീടുകളിലൊന്നും ഞാൻ പോയിട്ടില്ല, പക്ഷേ അവിടുത്തെ മൂവീസ് കാണുമ്പോഴത്തേക്കും അവിടുത്തെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അവിടുത്തെ മൂവീസ് കാണുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ വീടുകളിൽ തന്നെ എപ്പോഴും ഒരു എന്താ പറയുക, ബാർ കൗണ്ടർ അല്ലെങ്കിൽ ഒരു റൂം തന്നെ ഇങ്ങനെ ബാർ പോലത്തെ സെറ്റപ്പ്, അങ്ങനെയുള്ള സംഭവങ്ങൾ ഒട്ടുമിക്ക വീടുകളുണ്ട്. എപ്പോഴും അവിടെ കുറേ കുപ്പികൾ, പലതരത്തിലുള്ള ബ്രാൻഡ് കുപ്പികളൊക്കെ ഉണ്ടാകും, മനസ്സിലായില്ലേ. പക്ഷേ നമ്മൾ ഈ മലയാളികളുടെ ഇതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് സമ്പന്നരായിട്ടുള്ള ആൾക്കാർ മാത്രമേ അങ്ങനെ ഉള്ളൊരു ബാർ കൗണ്ടർ അല്ലെങ്കിൽ കുറേ കുപ്പികൾ സൂക്ഷിച്ച് വളരെ കുറച്ച് തുച്ഛമായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. അത് എല്ലാവരിലേക്കും ആ ഒരു കൾച്ചർ എത്തുന്നില്ല. ഇപ്പോൾ സാധാരണ ഒരാളുടെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരുടെ വീട്ടിൽ ഇത്രയും കുപ്പികളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ കയറി വരുന്ന ഏതെങ്കിലും ഒരു മത പുരോഹിതനോ അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധുക്കളോ ഇതൊക്കെ മോശം, ഇതൊക്കെ കുടുംബം തകർക്കും, ഇത് ചെകുത്താനാണ്, പിശാചാന്നൊക്കെ പറഞ്ഞിട്ട് ആ പറയുന്ന ആളെ എന്താ പറയുക പറഞ്ഞ് വളരെ രീതിയിൽ അപമാനിക്കും, മനസ്സിലായില്ലേ. അപ്പോഴും ഇവർ മനസ്സിലാക്കുന്നില്ല ഇയാൾക്ക് ഇത് കുടിക്കാനായിട്ടുള്ള ആ ഒരു ത്വര ഉണ്ടെന്നുള്ളതും. ഇയാൾ കുടിക്കണമെന്നുണ്ടെങ്കിൽ വീട്ടുകാർ കാണാതെ കൊടുക്കുമ്പോഴത്തേക്കും അളവിൽ കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരും. അതിൽ നിന്ന് പല പ്രശ്നങ്ങളുണ്ടാകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ വിദേശത്ത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ നിന്നിട്ട് സ്വാതന്ത്ര്യമായിട്ട് കുടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അവർക്ക് ആവശ്യമുള്ളത്, ഇപ്പോൾ ഒരാളുടെ ലിമിറ്റ് ഒരു 4 പെഗ്ഗാണെങ്കിൽ അവിടെ നിർത്തും, മനസ്സിലായി. പിന്നീടുണ്ടെങ്കിൽ നാളെയോ അല്ലെങ്കിൽ എപ്പോഴാണെന്ന് വെച്ചാൽ കുടിച്ചാൽ മതി. മറ്റേ നമ്മൾ കുപ്പി വാങ്ങിച്ചിട്ട് എന്തായാലും വാങ്ങിച്ചില്ല, അപ്പോൾ അത് ഫുള്ള് കുടിച്ചേ പറ്റുള്ളൂ എന്ന രീതിയിൽ പല ആൾക്കാരും കുടിക്കാറുണ്ട്. അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് എത്തും എന്നുള്ള രീതിയിലാണ് മൈത്രേയൻ ഇവിടെ പറയുന്നത്. കുടിച്ച കുപ്പി അടച്ചു വെക്കാൻ പറ്റും. ഇത് മേടിച്ച കുപ്പി പൊട്ടിക്കേണ്ടി വരും, അല്ലെങ്കിൽ മുഴുവൻ കുടിച്ച് തീർക്കേണ്ടി വരും. വീട്ടിൽ മദ്യപിക്കുന്ന എത്ര പേരുണ്ട്? അപ്പൊ അത് പറയാൻ തുടങ്ങി. വീട്ടിൽ മദ്യപിക്കുന്നത് പുരുഷന്മാരാണ്. അത് തന്നെയാണ്. ഇത് പറയാതെ അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് പിന്നെ വളരെ എന്താ പറയുക മീനിങ്ലെസ് ആയിട്ടുള്ളൊരു ആർഗ്യുമെൻറ്റിലേക്ക് ഈ ഒരു റോഹൻ എന്ന ആങ്കർ പോകുന്നുണ്ട്. ഒട്ടും ഒരു എന്താ പറയുക നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റാസോ അതിനെപ്പറ്റിയുള്ള പഠനങ്ങളോ ഒന്നും നോക്കാതെയാണ് പുള്ളി ഈ ഒരു ആങ്കർ ക്വസ്റ്റ്യൻസ് ചോദിച്ചതും. അതല്ല ഒരു കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതിന് പകരം മൈത്രേയനെ കൊണ്ട് അതിനുള്ള ആൻസർ മുഴുവിപ്പിക്കാതെ ബാക്കിയുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും അത് വേറൊരു വിവാദമാക്കാൻ നോക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പുള്ളിയുടെ ചാനലിൻ്റെ എന്താ പറയുക റേറ്റിങ്ങോ അല്ലെങ്കിൽ വ്യൂവേഴ്സോ അതൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്തെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുക. അല്ലാതെ ഒരു കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ പുള്ളി അത് പറയുന്നത് വരെ കാത്തിരുന്നിട്ട് അതിനുള്ള ചോദ്യം ചോദിക്കുകയാണല്ലോ ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ഒരു ആർഗ്യുമെൻ്റ് പോലെയാണ് പോകുന്നത്, ഡിബേറ്റ് പോലെ പോകുന്നത്. ഒരു കാര്യം ആ ആൾക്ക് ആ ഒരു ആങ്കറിന് അറിയണമെന്ന് വിചാരിച്ച് ചോദിക്കുകയില്ല, അത് ഇതിൻ്റെ അടിയിൽ വന്നിരിക്കുന്ന കമൻസ് കണ്ടാൽ മനസ്സിലാക്കും. എനിക്ക് തോന്നുന്നു മൈത്രേയൻ ആ ഒരു ഹാഷ്മിയുടെ ആ ഒരു ഇൻ്റർവ്യൂവിൽ പോയിട്ട് വിവാദം ആ ഒരു എന്താ പറയുക ഡിബേറ്റ് നടന്നപ്പോഴത്തേക്കും അവിടെ പോലും ചർച്ച ചെയ്യാൻ നടക്കേണ്ടിരുന്നത്. പക്ഷേ ആ ഒരു ചർച്ച നമുക്കറിയാം, പ്രോഗ്രാമിൻ്റെ സംഭവം നമുക്കറിയാം, അതൊരു ഡിബേറ്റ് മോഡലാണ് അത് പോകുന്നത് അല്ലേ. രണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു വിഷയത്തെക്കുറിച്ച് ഡിബേറ്റ് ചെയ്യും. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കാണ് ഈ ഒരു സംഭവം വളരെയധികം
മൈത്രേൻ്റെ വീഡിയോസ് നേരത്തേക്കാളും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുകയും വളരെയധികം വൈറലാകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഈ ആളുകളുടെ ഈ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊതു താല്പര്യമുള്ള കുറച്ച് കൂട്ടം ആൾക്കാരുടെയോ അഭ്യർത്ഥന മാനിച്ചിട്ടായിരിക്കും ഇതേപോലെ ഈ ഒരു പുള്ളിനെ വിളിച്ചിട്ട് മൈത്രിനെ വിളിച്ചിട്ട് ഞങ്ങൾ ഉത്തരം മുട്ടിച്ച് വിട്ടു, അയാൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നുള്ള രീതിയിലേക്ക് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അത് ഈ ഒരു ചാനലിൻ്റെ അടിയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് അപ്പോൾ ആ കമൻറ്റ് ഇട്ടേക്കുന്ന ആളുടെ ഫോട്ടോ ഒന്ന് നോക്കാം. ഇതിൽ ഒരു വന്നിരിക്കുന്ന ഒരു കമൻറ്റാണ്. കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ട്. അതിന് ഫുള്ള് മൈത്രേന് എതിരായിട്ടുള്ള കമൻറ്റ്സാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഒരു കമൻറ്റാണ് ഈ ഒരു സഞ്ജയ് എന്നുള്ളൊരു പുള്ളി. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് മൈത്രേൻ ഡ്രഗ്സ് മാത്രമല്ല വെള്ളവും കെമിക്കലാണ്. ടിൻറ്റുമോൾ കെ ഡ്രാമ ഹോ എന്തൊരു അറിവ്, നിനക്ക് ഇത് മനസ്സിലാകാൻ ഇനിയും 100 വർഷം വേണം. കാരണം എന്താ പറയുക, മൈത്രേൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർ ഇത് മനസ്സിലായിട്ട് ആൾക്കാർ പറയാറുണ്ട്. ആൾക്കാർക്ക് മനസ്സിലാതെ വരുമ്പോഴത്തേക്കും പറയാറുണ്ട് നിങ്ങൾക്ക് ഇനിയും ഒരു 10-50 വർഷം വരും ഇത് മനസ്സിലാൻ പറ്റും എന്നുള്ളത് പറയാറുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം പുള്ളി മൈത്രേനെ ട്രോൾ ചെയ്തിട്ട് പറയാറില്ല, മനസ്സിലായാലും. അത് പറഞ്ഞാൽ ശരിയാണ്. നമ്മളിപ്പോഴത്തെ ഈ ഒരു കറണ്ട് സംഭവം വെച്ചിട്ട് നമ്മൾ ഹിസ്റ്ററിയിലേക്ക് കടന്ന് ചിന്തിക്കാതെ അല്ലെങ്കിൽ ഇതേപോലെ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു ഡാറ്റാസ് നമ്മൾ നോക്കാതെ നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു ന്യൂസുകൾ പടച്ചു വിടുന്ന പല എന്താ പറയുക വ്യാജമായിട്ടുള്ള വാർത്തകളിൽ നമ്മൾ വിശ്വസിച്ചിട്ട് നമ്മൾ ഇതേപോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും ഇതേപോലെയുള്ള ആൾക്കാർ പറയും നിങ്ങൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 10-500 വർഷങ്ങൾ എടുക്കും എന്നുള്ളത് പറയും. പിന്നെ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അത്രയും മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻസായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.